എല്ലാ ദിവസവും ടോയ്ലറ്റിൽ പോകുന്ന സ്വഭാവമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഞാൻ ഈ പറയുന്ന 6 കാര്യങ്ങൾ കൂടി നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരേ സമയം ടോയ്ലറ്റിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം 6 മണി, ഒരു ദിവസം 7 മണി, ഒരു ദിവസം വൈകുന്നേരം പോകുന്നു, ഒരു ദിവസം ഞായറാഴ്ച ടോയ്ലറ്റ് കംപ്ലീറ്റ് അവധി. ഈ ഒരു രീതി ചെയ്യരുത്. പ്രത്യേകിച്ച് ഹോസ്റ്റലിലെല്ലാം താമസിക്കുന്ന പെൺകുട്ടികളോ സ്കൂൾ കുട്ടികളോ ആണെങ്കിലും അവധി ദിവസമാണെങ്കിൽ പോലും എല്ലാ ദിവസവും ഒരേ സമയത്ത് ടോയ്ലറ്റിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ശരീരത്തിനകത്തുള്ള ബയോളജിക്കൽ ക്ലോക്ക് താളം തെറ്റുന്നത് മലമ്പിടുത്തവും പൈൽസും ഉണ്ടാക്കുന്നതിന് കാരണമാകും. രണ്ടാമത്തത്, നിങ്ങൾക്ക് പകലിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നിയിരുന്നാലും കഴിയുന്നത്ര പോകാൻ അവസരമുണ്ടെങ്കിൽ പോവുക. മലം പിടിച്ചു വയ്ക്കരുത്. കാരണം പിടിച്ചു വയ്ക്കുന്നത് പലപ്പോഴും മലദ്വാരത്തിനകത്ത് ഒരു നീർക്കെട്ട് വരുന്നതിനും മലം കൂടുതൽ കട്ടിയാകുന്നതിനും കാരണമാകും. എല്ലാ ദിവസവും ഇപ്പോൾ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുന്ന സമയം കറക്റ്റായിട്ട് പോകുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. മൂന്നാമത്തെ കാര്യം, ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ 5 മിനിറ്റിൽ കൂടുതൽ അവിടെ ഇരിക്കരുത്. പലരും അരമണിക്കൂർ 3/4 മണിക്കൂർ വരെ ടോയ്ലറ്റിൽ ഇരുന്ന് ചിന്തിക്കുന്ന സ്വഭാവം വരെ ഉള്ളവരാണ്. എന്നാൽ 5 മിനിറ്റിൽ കൂടുതൽ ടോയ്ലറ്റിൽ ഇരിക്കുന്നത് ഫിഷർ രോഗത്തിനും പൈൽസ് രോഗത്തിനും കാരണം ആയിട്ട് മാറാറുണ്ട്. നാലാമത്തെ കാര്യം, ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ പത്രം, ന്യൂസ് പേപ്പർ, അതേപോലെ തന്നെ മാഗസീൻസ്, മൊബൈൽ ഫോണൊന്നും കൊണ്ടുപോകരുത്. കാരണം ടോയ്ലറ്റിൽ പോയി ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും മലശോധനയുടെ വിഷയം തന്നെ മാറി നിങ്ങൾ ശ്രദ്ധ മാറിപ്പോകുന്നതിനും കൂടുതലായിട്ട് പെൽവിസിനകത്ത് പ്രഷർ വരുന്നതിനും കാരണമാകും. അഞ്ചാമത്തെ കാര്യം, ടോയ്ലറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കൂടുതൽ പ്രഷർ കൊടുക്കരുത്. മലയാളത്തിൽ പറഞ്ഞാൽ കൂടുതൽ പോയിരുന്ന് മുക്കരുത്. ഒരുപാട് അവിടെ പോയിരുന്ന് പ്രഷർ കൊടുക്കുന്നത് പലപ്പോഴും ഈ മലാശയത്തിനകത്ത് അമിതമായിട്ടൊരു നീർക്കെട്ട് വരുന്നതിനും ക്രമേണ ഇത് പൈൽസ് രോഗത്തിനും കാരണമാകുകയും ചെയ്യും. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, പലരും ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ നോർമൽ വെള്ളം വെച്ച് കഴുകും. എന്നാൽ അവർക്ക് അത് ഒരു വൃത്തി ആയിട്ട് തോന്നത്തില്ല. പകരം കൂടുതൽ നല്ല സോപ്പൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കും. പലരും ഡെറ്റോൾ സോപ്പ് വാങ്ങിച്ച് ഉപയോഗിക്കുക, ഡെറ്റോളിൻ്റെ വാഷുകൾ ഉപയോഗിക്കുക, ഏതെങ്കിലും വേറെ ലോഷനുകളൊക്കെ ഉപയോഗിച്ച് മലദ്വാരം വാഷ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. എന്നാൽ മലദ്വാരം നിങ്ങൾ ഈ ഒരു രീതിക്ക് ക്ലീൻ ചെയ്യുന്നത് പലപ്പോഴും ആ ഭാഗത്തുള്ള സ്കിന്നിൻ്റെ രൂപത്തിന് വ്യത്യാസം വരികയും ക്രമേണ മലദ്വാരത്തിന് ചുറ്റും ചൊറിച്ചിൽ, പ്രൂറൈറ്റിസ് പോലുള്ള അവസ്ഥകൾ ഉണ്ടാക്കുന്നതിന് കാരണമാകും. എപ്പോഴും വെറും വെള്ളത്തിൽ കഴുകി തുടച്ച് ഡ്രൈ ആക്കി വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് എല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്തോളൂ.